നമ്മൾ റിസർച്ചിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മളുടെ എക്ടിഫിക്സ് ട്രെൻഡ്സിൽ ഓൾറെഡി ഞാൻ വീഡിയോസ് റിസൾട്ട് ബേസ്ഡായ വീഡിയോസ് ധാരാളം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വീഡിയോസ് ഞാൻ ധാരാളം പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ Q1 ഇൻ ജനറൽ Q1 പൊതുവേ ഒന്ന് വീക്കായിരിക്കും Q4-നെക്കാട്ടിലും. കാര്യം Q4 കഴിഞ്ഞ് വരുന്ന സീസണല്ലേ, അപ്പോൾ നാച്ചുറലി കുറച്ച് വീക്ക്നെസ് അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ Q1-ലെ സ്റ്റോക്ക് സെലക്ഷൻ വളരെ കെയർഫുള്ളാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, നല്ലോണം റൈഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ആ സ്റ്റോക്കിനെ. ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് ഷോർട്ട് ടൈം ട്രേഡ്, ബേസിക്കലി റിസൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഏതാനും പോയിൻറ്റ്സാണ്. ഞാൻ എൻ്റെ ട്രേഡ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പോയിൻറ്റ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. താങ്കൾക്കത് റാഷണലാണ്, ലോജിക്കലാണെന്ന് തോന്നുവാണെങ്കിൽ താങ്കൾക്ക് തീർച്ചയായും അത് സ്വീകരിക്കാം. പോയിൻറ്റ് നമ്പർ 1, എന്താണ് ഷോർട്ട് ടൈം ട്രേഡ് എന്ന് പറയുന്ന സംഗതി? നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, സ്റ്റോക്ക് നല്ല റിസൾട്ട് തരുന്നു, സ്റ്റോക്കിൻ്റെ ഫണ്ട അനാലിസിസ് നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്നു. ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കാണെങ്കിൽ ഫെൻറ്റാസ്റ്റിക്കാണ്. ആ തീമിൻ്റെ മാർക്കറ്റ് വൈബ്രൻസി എന്തുമാത്രമുണ്ട്, ആ തീം മാർക്കറ്റിൽ എന്തുമാത്രം അഡാപ്റ്റബിൾ ആയിട്ടുണ്ട്, തീം ഏത് ലെവലിലെത്തി നിൽക്കുന്നു, അതുപോലെ തന്നെ സ്റ്റോക്ക് കൊടുക്കുന്ന സ്റ്റോക്കിൻ്റെ ക്വാർട്ടർ റിസൾട്ട്സ് എത്ര ബെസ്റ്റാണ്, എത്ര കൺസിസ്റ്റൻ്റ് ആണ്, വാല്യുവേഷൻ ഏത് ലെവലിലാണ് എന്നുള്ള ഒരു സംഗതിയാണ് ബേസിക്കലി ഫണ്ടിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, ഏതാനും മിനിമം ഫാക്ടേഴ്സാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ അടുത്ത ലെവലിൽ പോകുന്നത് സ്റ്റോക്കിൻ്റെ ആ ഫിസിക്കൽ സ്ട്രക്ചറാണ്. ശരിക്കും അതിന് നമ്മൾ പ്രൈസ് ആക്ഷൻ എന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് വെച്ചുള്ള ആ ക്യാൻഡിൽസിൻ്റെ സ്ട്രക്ചറാണ് രണ്ടാമത്തെ ഫാക്ടർ. ഇത് രണ്ടും സിങ്ക്രണൈസ്ഡ് ആണ്, കറക്റ്റ് ആണെന്നെങ്കിൽ കണ്ടാൽ മാത്രമേ നമ്മൾ സ്റ്റോക്കിലേക്ക് നമ്മൾ ട്രേഡ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ കിടക്കത്തുള്ളൂ. ഞാൻ ബേസിക്കലി ഒരു പുൾ ബാക്ക് ട്രേഡറാണ്. നല്ല റിസൾട്ട് വന്നു, ഒരു സ്റ്റോക്ക് ഫാസ്റ്റായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു, ഞാൻ അതിനെ ചേസ് ചെയ്യാറില്ല. ഐ നെവർ ചേസ് എ സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് എൻ്റെ ലെവലിൽ പുൾ ബാക്കിൽ വരുമ്പോൾ മാത്രമാണ് ഞാൻ ആ സ്റ്റോക്കിൽ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ വേണം. പുൾ ബാക്ക് കംപ്ലീഷൻ ക്യാൻഡിലും വേണം, പുൾ ബാക്കിൻ്റെ കംപ്ലീറ്റ്നെസ് നമ്മൾ കംപ്ലീറ്റ്നെസ്സിൻ്റെ കൺഫർമേഷൻ വേണം. സോ സാധാരണ കേസിൽ ഞാൻ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു സ്മോൾ ക്യാപ് ട്രേഡറാണ്. സാധാരണ റേഞ്ച് മാർക്കറ്റിൽ ബെസ്റ്റ് സ്മോൾ ക്യാപ്പുകൾ വീക്ക്ലിയിൽ എക്സലൻറ്റ് സപ്പോർട്ടും തരും. അവിടുന്ന് സ്റ്റോക്ക് ബൗൺസ് ചെയ്യും. നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കണ്ടത് ഒരു റൈഡിങ് മാർക്കറ്റാണ് അല്ലേ, ഒരു പോസിറ്റീവ് ബയാസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റാണ്, ഒരു ഡ്രീം മാർക്കറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാർക്കറ്റിൽ നമുക്ക് സ്റ്റോക്കുകളെ ഒരു വീക്ക്ലിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല. കഴിവതും ഡെയിലിയിലാണ് പുൾ ബാക്സ് ഈ മാർക്കറ്റിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സോ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമ്മുടെ ട്രേഡിങ് ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ കൊണ്ടുവരാനായിട്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും 65% കേസിലും മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആണെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. സോ റേഞ്ച് എന്നുള്ള കൺസെപ്റ്റ് നോക്കാൻ നേരത്ത് ബെസ്റ്റായിട്ടുള്ള നമുക്ക് സപ്പോർട്ട് കിട്ടുന്നത് വീക്കിലിയിലാണ് നല്ല സ്റ്റോക്കുകൾക്ക്, എസ്പെഷ്യലി സ്മോൾ ക്യാപ്പുകൾക്ക്. ഇപ്പോൾ വീക്കിലിയിലാണ് ഞാൻ സാധാരണ എൻ്റെ ട്രേഡ്സ് മാർക്കറ്റ് റേഞ്ച് ആണെങ്കിൽ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ മാർക്കറ്റിൽ ട്രേഡ് പ്ലാൻ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അടുത്ത പോയിന്റ് ഞാൻ നോക്കുന്നത് ഈ സ്റ്റോക്കുകളിൽ വരുന്ന മെയിൻ റിവേഷനാണ്. ട്രെൻഡിങ് സ്റ്റോക്കിലാണ് സ്റ്റോക്കുകളുടെ മെയിൻ റിവേഷൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് ലോ ടൈം ഫ്രെയിമിലും വർക്ക് ചെയ്യും, ഹൈ ടൈം ഫ്രെയിമിലും വർക്ക് ചെയ്യും. അസെൻഡിങ് ഹാർമോണിക് സ്ട്രക്ചർ എന്ന് പറയും ബേസിക്കലി. അത് 1 hour നമുക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഡേ ടൈം ഫ്രെയിമിൽ കാണാൻ പറ്റും. അപ്പോൾ ട്രെൻഡിങ് സ്റ്റോക്കുകളുടെ മെയിൻ റിവേഷൻ ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഏത് ലെവലിൽ ഇറങ്ങണം. ആ സമയത്തുള്ള ക്യാൻഡിൽ അനാലിസിസ്, ആ സമയത്തുള്ള വോളിയം അനലൈസ് ചെയ്താൽ നമുക്ക് എക്സിറ്റിനെ കുറിച്ചൊരു ഐഡിയ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് RSI ഡൈവർജൻസസ് ഉപയോഗിക്കാൻ പറ്റും എക്സിറ്റ് ചെയ്യാനായിട്ട്. RSI ഡൈവർജൻസ് ഡേ ടൈം ഫ്രെയിമിൽ ഒരു ബെയറിഷ് ഡൈവർജൻസ് കണ്ടാൽ നിങ്ങൾക്ക് ലോ ടൈം ഫ്രെയിം പോയിട്ട് ആ ഏരിയ ഇയർ മാർക്ക് ചെയ്തിട്ട് ആ ഏരിയയുടെ ലോ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിറ്റ് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അതിനു മുമ്പ് തന്നെ ഏതെങ്കിലും ക്യാൻഡിൽസ് വിത്ത് വോളിയം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെയറിഷ് ക്യാൻഡിൽ വരുവാണ്, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വിത്ത് ഹയസ്റ്റ് അപ്പർ വിക്ക് ഡെവലപ്പ് ചെയ്ത് വിത്ത് ഗ്രീൻ വോളിയം ആണെങ്കിൽ ദാറ്റ് മീൻസ് ഗ്രീൻ ക്യാൻഡിലാണ്, പക്ഷേ സൂപ്പർ അപ്പർ വിക്കാണ്. അത് കാണിക്കുന്നത് സെല്ലർ ഡോമിനേഷനാണ്. ശരിക്കും വിത്ത് സ്ട്രോങ് വോളിയം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ എക്സിറ്റ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നിങ്ങളുടെ എക്സിറ്റ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അടുത്ത പോയിൻ്റ്, എവിടെയാണ് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നത്? ഞാൻ പുൾ ബാക്ക് ട്രേഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസുകൾ എപ്പോഴും ചെറുതായിരിക്കും. പല ആൾക്കാരും ബ്രേക്ക്ഔട്ട് ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് സ്ട്രോങ് ക്യാൻഡിലാണെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ 60% പ്ലേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബ്രേക്ക്ഔട്ട് ട്രേഡിൽ സ്വിംഗ് ലോയിഡ് പ്ലേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നെ സംബന്ധിച്ച് പുൾ ബാക്ക് ആയതുകൊണ്ട് എപ്പോഴും കുറേ കൂടെ സേഫാണ് സ്റ്റോപ്പ് ലോസ്. ഹിറ്റ് ചെയ്താൽ പോലും നമുക്ക് വലിയ നഷ്ടം വരാറില്ല സ്റ്റോക്കിൽ നിന്നും. അഥവാ നമുക്ക് ആ സ്റ്റോക്കിൽ നിന്നും സ്റ്റോക്ക് കയറി പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് ട്രെയിൽ ചെയ്യാൻ പറ്റും. ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ലെവൽ വെച്ച് നമുക്ക് സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റും.
നിങ്ങൾ ഡേ ക്യാൻഡിൽ വെച്ചാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സാധാരണ ഞാൻ ചെയ്യുന്നത് ഞാൻ 3:15 എൻട്രി ചെയ്യത്തുള്ളൂ. കാര്യം 3:15 ആ ക്യാൻഡിലിനെ കുറിച്ചുള്ള സ്ട്രെങ്ത്തിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും, അതിൻ്റെ വോളിയത്തിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ കുറേ കൂടെ ഹൈ കൺവിൻഷനിൽ നമുക്ക് സ്റ്റോക്കിൽ എൻട്രി ചെയ്യാൻ സാധിക്കും ഡേ ക്യാൻഡിലാണെങ്കിൽ. അല്ല നിങ്ങൾ ലോ ടൈം ഫ്രെയിം വർക്ക് ചെയ്യുന്നെങ്കിൽ മേ ബി 1 hour വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, 75 minutes വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത്ത്, ആ ക്യാൻഡിൽ ഡെവലപ്പ് ചെയ്യുന്ന വോളിയം, അതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങളുടെ എൻട്രി നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്. ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള വേറൊരു കാര്യം, നമ്മൾ എത്ര ഫണ്ടായാലും എത്ര ടെക്നിക്കൽ സ്ട്രോങ് സ്റ്റോക്ക് നിങ്ങൾ നോക്കിയാൽ പോലും ഔട്ട് പെർഫോമൻസ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാവുള്ളൂ, നിഫ്റ്റിയുമായിട്ടും സെക്ടറുമായിട്ടും. അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് 1 month ഔട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്ക് ആയിരിക്കണം. സെക്ടർ ടു നിഫ്റ്റി ആയിരിക്കണം, ആൻഡ് സ്റ്റോക്ക് ടു സെക്ടർ ആയിരിക്കണം, സ്റ്റോക്ക് ടു നിഫ്റ്റി ആയിരിക്കണം. അങ്ങനത്തെ 3 ലെവൽ ഓഫ് ഔട്ട് പെർഫോമൻസ് നോക്കിയിട്ട് വേണം നിങ്ങൾ സ്റ്റോക്കിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്, നിങ്ങളെ സ്റ്റോക്കിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. എപ്പോഴും ഔട്ട് പെർഫോമൻസ് ക്രിട്ടിക്കലായിട്ടുള്ളൊരു ട്രേഡിംഗ് ഒരു ഹാബിറ്റാണ്. ഔട്ട് പെർഫോമൻസ് സ്റ്റോക്കിൻ്റെ ഇൻഹെറൻറ്റ് സ്ട്രെങ്ത് സ്ട്രോങ് ആണ് ശരിക്കും. ഇൻഹെറൻറ്റ് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. കാര്യം അങ്ങനത്തെ സ്റ്റോക്കുകൾ പെട്ടെന്ന് ഒരു മാർക്കറ്റിൽ നിന്ന് ബെയറിഷായി പോലും ഹ്യൂജായിട്ട് ഒരു ഡിക്ലൈൻ അങ്ങനത്തെ സ്റ്റോക്കിൽ സംഭവിക്കത്തില്ല. ഡിക്ലൈൻ സംഭവിക്കും, പക്ഷേ പെർസെൻറ്റേജ് ഓഫ് ഡിക്ലൈൻ എപ്പോഴും കുറവായിരിക്കും. മാർക്കറ്റ് കയറി പോകുന്ന നേരത്ത് പെർസെൻറ്റേജ് ഓഫ് എസ്കലേഷൻ എപ്പോഴും കൂടുതലായിരിക്കും. അങ്ങനത്തെ സ്റ്റോക്ക് വേണം, അങ്ങനത്തെ സെക്ടർ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ഇതൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ച് ഏത് സ്റ്റോക്കാണ് ബെസ്റ്റ് റിട്ടേൺ തരുന്നത്, അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ബെസ്റ്റ് സ്റ്റോക്ക്. ഞാൻ അങ്ങനെയാണ് മാർക്കറ്റിനെ കാണുന്നത്. നമ്മൾ ലാർജ് ക്യാപ്പിൽ പോകണമെന്നോ സ്മോൾ ക്യാപ്പിൽ പോകണമെന്നോ മിഡ് ക്യാപ്പിൽ തന്നെ നിൽക്കാവുള്ളൂ, അങ്ങനത്തെ കൺസെപ്റ്റ്സ് ഒന്നും മാർക്കറ്റിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിതുവരെ അങ്ങനത്തെ കൺസെപ്റ്റ്സ് ഫോളോ ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ച് കുറേ കൂടെ എനിക്ക് വൈബിൾ ആകുന്നത് സ്മോൾ ക്യാപ്പാണ്. സ്മോൾ ക്യാപ്പ് ട്രേഡ് ചെയ്യാൻ വളരെ ടഫാണ്. പക്ഷേ സ്മോൾ ക്യാപ്പിൻ്റെ ട്രേഡിങ് ആ ഒരു ഹാബിറ്റ്, ആ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ഹാബിറ്റ് മനസ്സിലാക്കാൻ സാധിച്ചാൽ, ആ ക്യാരക്ടർ മനസ്സിലാക്കിയാൽ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷേ ക്യാരക്ടർ മനസ്സിലാകാനായിട്ട് കുറേ റിസർച്ച്, കുറേ സ്റ്റഡി വേണ്ടി വരും എന്നുള്ള കാര്യം സത്യമാണ്. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കുറേ എസ്കലേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു സ്റ്റോക്കിൽ കയറുന്നതിനേക്കാളും എപ്പോഴും നല്ലത് അതിൻ്റെ എസ്കലേഷൻ്റെ തുടക്കത്തിൽ കയറുന്നതാണ് ഓൾവേസ് ബെറ്റർ. നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന സാധാരണ കേസിൽ റിസൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡ്സിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന വിത്തിൻ 3 months നമ്മൾ എക്സിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ പല കേസുകളിലും ഞാൻ എക്സിറ്റ് ചെയ്യാറില്ല. ഞാൻ പല കേസിലും ഡ്രൈവ് ചെയ്ത് പോകാറുണ്ട്, പ്രൊവൈഡഡ് ആ തീമിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ആയിരിക്കും ശരിക്കും. സോ ആ തീം എന്താണ്, തീമിൻ്റെ സ്ട്രെങ്ത് എന്താണ്, ആ സ്റ്റോക്കിൽ ആ തീമിൻ്റെ സ്ട്രെങ്ത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എനർജി ഉണ്ടോ, ആ സ്റ്റോക്കിൻ്റെ കറണ്ട് ഡിമാൻഡ് എന്താണ് മാർക്കറ്റിൽ, സ്റ്റോക്കിലുള്ള ഏണിങ്സ് പൊട്ടൻഷ്യൽ എന്താണ്, സ്റ്റോക്കിൽ ആ പർട്ടിക്കുലർ കമ്പനിക്കുള്ള ഓർഡർ ഇൻ ഹാൻഡ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ലാസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രോഫിറ്റ് പാർട്ട് വിഷ് ബി റിയലിസ്റ്റിക്. നമ്മൾ വലിയൊരു ഹ്യൂജ് പ്രോഫിറ്റ് അല്ല, നമ്മൾ കൊച്ചു പ്രോഫിറ്റ്സാണ് നമ്മൾ ട്രെൻഡ് ചെയ്ത് പോകേണ്ടത്. ഓരോ പ്രോഫിറ്റ് സോണും കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവാലുവേഷൻ അത്യാവശ്യമാണ്. സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ സ്ട്രെച്ച് ചെയ്തോ, സ്റ്റോക്കിൻ്റെ കറൻറ്റ് പൊസിഷൻ എന്താണ്, സ്റ്റോക്കിൽ വരാൻ സാധ്യതയുള്ള ചേഞ്ചസ് എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യുക, കൂടുതൽ വായിക്കുക, കമ്പനി വെബ്സൈറ്റിൽ പോയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഫിസിക്കൽ സ്റ്റോക്കിൻ്റെ സ്ട്രക്ചർ, ക്യാൻഡിൽ സ്ട്രക്ചർ എങ്ങനെയാണ്, സ്റ്റോക്കിനെ എന്താണ് കാണിക്കുന്നത്, ഇതൊക്കെ വെച്ച് വേണം നിങ്ങളുടെ എക്സിറ്റ്. നേരത്തെ പറഞ്ഞ കുറച്ച് എക്സിറ്റ് പോയിൻറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള എക്സിറ്റ് നിങ്ങൾക്ക് ലോജിക്കലായിട്ടുള്ള റാഷണലായിട്ടുള്ള പ്രോഫിറ്റിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം.